അങ്ങനെ ഗീതാ ഗോവിന്ദം ഒടുവിൽ നമ്മുടെ അപർണിക നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട്, എനിക്കും തനിക്കും കിച്ചുവിനും ഇടയിൽ സംഭവിച്ച ആ ഒരു ദുരന്തങ്ങള് അച്ഛനോട് പറയണം, ഗീതു സൗകര്യം പോലെ അത് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗീതു പറയുന്നുണ്ട്, അത് ഇപ്പൊ തന്നെ പറയണോ, ഇപ്പൊ സാവധാനം പറഞ്ഞാൽ പോരെ എന്നൊക്കെ നമ്മൾ അപർണിക ചോദിക്കുമ്പോൾ, ഇല്ല അത് പറഞ്ഞേക്ക് ഡാഡി എത്ര നാളെന്ന് കരുതി ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണിക പറയുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ, പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഗീതു ആ ഒരു ഡോക്ടറിനെ കാണുന്നുണ്ട്, നമ്മുടെ പ്രേമോളെയും കുഞ്ഞിനെയും ചികിത്സിച്ച ഡോക്ടർ. അപ്പൊ ആ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി, കുഞ്ഞ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അവർണികയുടെ കാര്യത്തില്. പിന്നീട് നമ്മുടെ വിജയലക്ഷ്മിയുടെ ഒരു മാസ് എൻട്രി, അറയ്ക്കൽ വീട്ടിലേക്ക് ഒരു മാസ് എൻട്രി തന്നെയായിട്ട് കാണുവാൻ സാധിക്കുന്ന അവിടുത്തെ ഒരു കുറെ കവറൊക്കെ ആയിട്ട് കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റുകളായിരിക്കാം, എന്തായാലും കുറെ കിറ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ അറയ്ക്കൽ കുടുംബത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ വിജയലക്ഷ്മി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മ വേഗം വരുന്നുണ്ട്, നീ എന്തിനാണ് ഈ അനാർക്കലിയെ രക്ഷിച്ചത്, ഗോവിന്ദന്റെ അച്ഛനെ കൊന്നതിനും അനാർക്കലിയെ രക്ഷിച്ചതിനും നിനക്ക് പങ്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ നേരെ നമ്മുടെ രാധിക മെക്കിട്ട് കയറുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ വിജയലക്ഷ്മിക്കാണെങ്കിൽ അറിയാം, മാധവനെ ഗോവിന്ദന്റെ അച്ഛൻ മാധവനെ എന്താ പറയാ ചതിച്ചില്ലാതാക്കിയത് രാധിക തന്നെയാണെന്ന് അറിയും. എന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും തിരിച്ച് തങ്ങളുടെ മേലോട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ കൊണ്ട് അമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മിക്ക് അത് സഹിക്കാനാവാതെ ആ ഒരു കലിവുണ്ട് നമ്മുടെ രാധികാമ്മയെ നോക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണട്ടോ. അനാർക്കലിയുടെ കയ്യിൽ ഒരു കൂറ്റൻ ബോംബാണ് ഇപ്പൊ ഇരിക്കുന്നത് നമ്മുടെ രാധികയ്ക്കെതിരെ. അതെങ്ങാനും പൊട്ടിച്ച പിന്നെ തീർന്നു നമ്മുടെ ഗോവിന്ദ. എപ്പ നമ്മുടെ രാധികയെ പടിയിറക്കി എന്ന് ചോദിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.